ഇവിടെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഈദ്, ഈസ്റ്റർ, വിഷു ഒരുമിച്ച് ആഘോഷിച്ച് സദ്യ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും പിന്നെ ഞാൻ വീട്ടിൽ കണി ഒരുക്കിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഇന്ന് നമ്മൾ വിഷു ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ്. നമ്മൾക്ക് എന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരുമിച്ച് പോയിട്ട് കാണാം. ഇവിടെ എല്ലാവർക്കും സദ്യ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സദ്യ തിരഞ്ഞെടുത്തത്. സദ്യ എന്ന് പറയുമ്പോൾ നോൺ വെജും കൂടിയിട്ട് ഉൾപ്പെടുത്തിയ ഒരു സദ്യയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ അതൊരു രസമാണല്ലോ. പക്ഷെ നീ എങ്ങനെ ഉണ്ടാക്കും? ആകെ ഒരു കരിഞ്ഞ ദോശക്കല്ല് മാത്രമേ ഞാൻ തിരിപ്പുണ്ട്. സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം, അല്ലാണ്ട് പിന്നെ എങ്ങനെ? അത്രേ ഉള്ളൂ. സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് മേടിക്കാം, പിന്നെ ഉണ്ടാക്കാൻ ഇവരുണ്ടല്ലോ. അപ്പൊ ഉഷാറായിക്കേ. സദ്യക്കുള്ള സാധനങ്ങളേ. ഞാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം കിട്ടിയ സദ്യക്ക് വേണ്ട പച്ചക്കറികൾ, പലചരക്ക്, പിന്നെ ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. നമ്മളിപ്പം തലേ ദിവസം തന്നെ സദ്യ ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം സദ്യ കഴിക്കുന്ന പോലെ, അങ്ങനെ ആകുമ്പം ഫ്രീ ആയിട്ട് കഴിക്കാമല്ലോ, പിന്നെ വേറെ തിരക്കുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശനിയാഴ്ച തന്നെ എത്തും. ശനിയാഴ്ച ഒരു 3 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും നാട്ടിലൊക്കെ പോയ ആ ഒരു ഫീലാണ്. നാടൊക്കെ മിസ് ചെയ്യാതിരിക്കുന്നത് തന്നെ ഇതുപോലെ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടാണ്. നാളെ ഒരുപാട് ആൾക്കാർ കൂടുതൽ കൂടും. അപ്പൊ ഒരു 10 പറ അരി മതിയാവും? 10 പറ അരി മതിയാവും. ചിലപ്പോ പോരായ്മ വന്നല്ലോ. പോരായ്മ വരും. അന്ന് പിന്നെ 10 പറ ഇടാം അല്ലേ? 10 പറ ഇടാം. അല്ല, ചിലപ്പോ അത് ആൾക്കാർ കൂടുതലാണെങ്കിൽ ആൾക്കാർ കൂടുതലാവും കേട്ടോ. പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ, ഇത് ഇപ്പൊ നമ്മള് 10 പറ ഇട്ടിട്ട് അവസാനം ഇത് വേസ്റ്റ് ആയിട്ട് കൊണ്ടേ കുഴിച്ച് മൂടേണ്ടി വരും. ഇതൊക്കെ പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ കോൺവെർസേഷൻസ് ഒക്കെ. മാങ്ങ അരിയുന്ന വാണി. ഇനി ആരും പണിയെടുത്തില്ലെന്നറിയില്ല. ഉള്ളി അരിയുന്ന വാണി. കുഞ്ഞു വേവിക്കുന്ന ഹന. എന്താ വേവിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു സദ്യയുടെ വലിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം മാങ്ങച്ചാറ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ആദ്യം അരിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് ഓരോരുത്തർ സൈഡിൽ കുക്കിങ്ങും ചെയ്യുക, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അച്ചാറ് വിഭവങ്ങളൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കാമല്ലോ. അപ്പം മാങ്ങച്ചാറ് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചു, മുളക് പൊടി ഉപ്പൊക്കെ ആയിട്ട്. പിന്നെ ഇനി ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളും ഒക്കെ അതിൻ്റെ സൈഡിൽ തന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തക്കാളി ഗിരിഗിരി, സവാള ഗിരിഗിരി ഇല്ല. നമ്മുടെ ഈ സദ്യയുടെ മുഴുവൻ കുക്കിംഗ് ആയിട്ടുള്ള വ്ളോഗൊന്നും എടുത്തിട്ടില്ല. സദ്യയുടെ റെസിപ്പീസൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. അതുപോലെയൊക്കെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരുടെയും റെസിപ്പീസൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ചെറുതായിട്ടുള്ള വീഡിയോ ക്ലിപ്സൊക്കെയാണ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തലേ ദിവസം തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കൂട്ടുകറി, അവിയൽ, അതുപോലെ എരിശ്ശേരി, രസം. ഇപ്പം രസം ഉണ്ടാക്കുന്ന ആ ഒരു രസകരമായ കാഴ്ച ാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ്, പായസം, പരിപ്പ് കറി, ഇത് മാത്രമാണ് ഞങ്ങൾ രാവിലത്തോട്ട് വെച്ചത്. പിന്നെ മാങ്ങച്ചാറും കടുക് താളിച്ചു. പിന്നെ അവിയൽ റെഡിയാക്കി. അതുപോലെ കടുക് താളിക്കാനുള്ളതും രാവിലത്തോട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ച്, പക്ഷേ ഞങ്ങൾ രാത്രി തന്നെ കിടക്കുന്നതിന് മുന്നേ തന്നെ ചെയ്തു. അപ്പം പിന്നെ രാവിലെ ഹറിബറി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ സദ്യ ഒക്കെ ഉണ്ടാക്കി തളർന്ന് ഞങ്ങളങ്ങ് ഉറങ്ങി. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം രാവിലെയാണ് എല്ലാവരും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളെയും ഒക്കെ റെഡിയാക്കിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫ്രഷായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടികൾ. രാവിലെ ഞങ്ങൾക്ക് ഇഡ്ഡലി സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ രാവിലെ തന്നെ ചോറും നമ്മൾ പാലട പായസവും അതുപോലെ പരിപ്പ് പ്രഥമനും ചോറിനുള്ള പരിപ്പ് കറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പപ്പടം മാത്രമേ പെൻഡിങ് ഉള്ളൂ. അത് നമ്മൾ ചോറ് വിളമ്പണ സമയത്ത് കാച്ചാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ കണിക്കൊന്നയാണ് ഇത് കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ഇവിടെ വിഷു ആവുന്ന സമയത്ത് ഇങ്ങനെ വരും ഈ ഒരു കണിക്കൊന്നൊക്കെ. ഇത് കണ്ടോ, ഇതാണ് കണിക്കൊന്ന പോലെ ഇരിക്കും, പക്ഷെ കണിക്കൊന്നല്ല,
എന്നാലും കണിക്കൊന്നയുടെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു സംഭവം. പണ്ട് കല്യാണങ്ങൾക്കൊക്കെ അല്ലേ ഇതുപോലെ തലേദിവസം എല്ലാവരും കൂടെ കൂടിയിട്ട് തലേദിവസത്തേക്ക് നമ്മൾക്ക് ഇവിടേക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കലും ഇങ്ങനെ കഥ പറയലും വർത്തമാനമൊക്കെ പറയലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് പണ്ടൊക്കെ. അപ്പോൾ ആ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പകുതിയും സംസാരിച്ച് സമയം കളയും, പക്ഷെ അതൊരു രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെയാണ് കേട്ടോ ഒരുമിച്ച് റെഡിയായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാം നല്ല രസമായിരുന്നു. ശരിക്കും ഒരു കല്യാണ വൈബായിരുന്നു. വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ, ഈദ് സെലിബ്രേഷൻ എന്നുള്ളതിനേക്കാളും നാട്ടിലെല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു ഫീലായിരുന്നു. കസിൻസൊക്കെ കൂടിയിട്ട് കൂടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സെയിം ഫീൽ ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അത് ഞങ്ങൾ പതിപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ എല്ലാവരും ഒരുങ്ങിയ ആ ഒരു ടൈമിലേ പറ്റുള്ളൂ. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നടക്കില്ല. അതുകൊണ്ട് നേരത്തെ എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾക്ക് സദ്യ കഴിക്കാം. അപ്പം മോരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് മൊമെൻറ്റിൽ. പിന്നെ അത് ഇപ്പം പപ്പടം കാച്ചാണ്. പപ്പടം കൂടെ കാച്ചി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സദ്യ എന്തായാലും സദ്യയിലെ വിഭവങ്ങൾ പൂർണ്ണമായി. ആദ്യം തന്നെ പിന്നെ കുഞ്ഞു കുട്ടികളെയൊക്കെ ഇരുത്തിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും വിശക്കുന്നവരനുസരിച്ചിട്ട് അങ്ങനെ സദ്യ കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണ്, അതായത് പേപ്പർ വാഴയില തന്നെയാണ്. ഫ്രഷ് വാഴയില പിന്നെ ഇത്രയും ഒപ്പിക്കാമെന്ന് പറഞ്ഞാൽ അതിവിടെ കഷ്ടമായതുകൊണ്ട് തന്നെ പേപ്പർ വാഴയില ഉണ്ടായിരുന്നപ്പോൾ പിന്നെ അങ്ങ് അത് തന്നെ ഉപയോഗിച്ചു. പിന്നെ നമ്മുടെ സദ്യയിൽ ഒരു ചിക്കൻ ഫ്രൈയും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിഷു സദ്യ പോലെ അല്ലല്ലോ, ജസ്റ്റ് ഒരു സദ്യ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ 65 ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു. എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളും കൂടെ കഴിക്കട്ടെ, വിശന്നു തുടങ്ങി. പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാർ, കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, തോരൻ, ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, മതി. അങ്ങനെ നമ്മുടെ സദ്യയിലുള്ളത് ഇഞ്ചിപ്പുളി, മാങ്ങച്ചാറ്, ഓലൻ, കിച്ചടി, തോരൻ, പച്ചടി, കൂട്ടുകറി, എരിശ്ശേരി, അവിയൽ, മാമ്പഴ പുളിശ്ശേരി, ഇഷ്ടു, ക്യാബേജ് ഉപ്പേരി, ചോറ്, പരിപ്പ്, നെയ്യ്, പിന്നെ സാമ്പാറും അതേപോലെ തന്നെ മോര്, രസം, 2 പായസം, ചിക്കൻ 65, പിന്നെ പപ്പടം, പഴം, ചിപ്സ്, അങ്ങനത്തെ ഐറ്റംസ്. അത്രയാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു സദ്യയിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പുളിശ്ശേരിയും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും ആസ്വദിച്ച് സദ്യയൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എൻ്റെ എനർജിയൊക്കെ ഒരുവിധം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലോട്ട് മടങ്ങുകയാണ് ചെയ്തത്. പാഴ്സലൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നമ്മൾക്ക് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു ഐറ്റംസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് വീട്ടിൽ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പം അതിൻ്റെ അടുത്ത ദിവസം പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാങ്ങയൊക്കെ നേരത്തെ വാങ്ങിയതായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ കഴിച്ച് തീർക്കുമല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും കണി വയ്ക്കാൻ മാത്രമായിട്ട് ഒരു 2-3 മാങ്ങ എടുത്തു. പിന്നെ അതുപോലെ പയറ്, പിന്നെ ചക്ക കണ്ടപ്പം അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾക്ക് അടയ്ക്ക കിട്ടി. വെറുതെ ചോദിച്ചു നോക്കിയതാണ്, സാധാരണ എപ്പോഴും അടയ്ക്കൊന്നും കിട്ടാറില്ലായിരുന്നു. അപ്പം ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിവേക് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു കടയിൽ വന്നതാണ്. മുല്ലപ്പൂ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. സബ്സി മണ്ടിയുടെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മുല്ലപ്പൂവിനോടുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു. ഇവിടെ കണിക്കൊന്നയുടെ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണിക്കൊന്ന തന്നെ ആണോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എല്ലാ വിഷുവിനും ഉണ്ടാവുന്നതാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എന്നുവെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ കിട്ടുന്നുള്ളത്. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ, പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ ഏപ്രിൽ 14-15 തീയതികളിൽ വരുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ഇനി കിട്ടാത്തവരാണെങ്കിൽ നെക്സ്റ്റ് വിഷുവിന് ഓർത്ത് വെച്ച് വാങ്ങിച്ചോളൂ എന്തായാലും. അങ്ങനെ എന്തായാലും മുല്ലപ്പൂവും അടയ്ക്കയും കണിക്കൊന്നയും ചക്കയൊക്കെ ആയിട്ട് നമ്മൾക്ക് കണി ഒരുക്കാം. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കുന്നത്. പിന്നെ ഇത്തവണ തേങ്ങ വാങ്ങിയതും പൊട്ടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കത്തി കൊണ്ടാട്ടോ പൊട്ടിച്ചത്. ലാസ്റ്റ് ടൈം ഇങ്ങനെ ഒരുപാട് പേര് ടിപ്പൊക്കെ പറഞ്ഞു തന്നായിരുന്നു എങ്ങനെ തേങ്ങ പൊട്ടിക്കേണ്ടതെന്ന്. പക്ഷേ എന്നിട്ടും തേങ്ങയ്ക്ക് ഇങ്ങനെ എന്താ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരുമായിരുന്നു. അത് ഇവിടുത്തെ തേങ്ങയുടെ കുഴപ്പമാണ്. ഒരുപാട് നാളിങ്ങനെ കടയിലൊക്കെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. പിന്നെ നമ്മൾക്ക് മയിൽപ്പീലിയും കൂടിയിട്ടുണ്ട്. അതും ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് ലാസ്റ്റ് ഇയർ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. വിക്കിക്ക് സ്കൂളുള്ളത് കൊണ്ട് തന്നെ വിക്കി നേരത്തെ കിടന്നു കേട്ടോ. ഇത് നമ്മൾ വിഷുവിൻ്റെ തലേദിവസമാണ് എല്ലാം റെഡിയാക്കി വെക്കുന്നത് രാത്രി.
അങ്ങനെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കിടന്ന് രാവിലെ എഴുന്നേറ്റ് അപ്പോഴത്തേക്കും ജാനുട്ടിയും കൂടെ എണീറ്റിട്ട് എൻ്റെ കൂടെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പിന്നെ വിളക്ക് കൊളുത്തിയത്. നമുക്ക് പിന്നെ ഈ ഒരു കമ്പിത്തിരി വാമാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എല്ലാ വർഷവും വിഷുവിനും ദിവാലിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരിയായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ രാവിലെ കഞ്ഞിയും അതുപോലെ തന്നെ ചെറുപയറും അതുപോലെ പുളിയവരയ്ക്കും കൂടിയിട്ടുള്ള പുഴുക്കുമാണ്. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെയും ഉച്ചക്കലത്തെയും എല്ലാം കൂടിയിട്ടുള്ള വിഭവം. സദ്യയൊന്നും പിന്നെ ഉണ്ടാക്കിയില്ല. അതിനുശേഷം പിന്നെ റെഡിയായി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വിഷുക്കണിയുടെ മുന്നിൽ വെച്ച് എടുക്കലൊക്കെ ആയിരുന്നു. അത്രയൊക്കെയാണ് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ. ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരെ കണ്ടതിൽ. ബൈ.